ആം ആദ്മി പാർട്ടിക്കെതിരെ നിരന്തരം ഉയരുന്ന ആരോപണങ്ങളിൽ മൗനം പാലിക്കുകയാണ് കോൺഗ്രസ്. പരസ്പരം പോരടിച്ച പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഒന്നിച്ചതിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അവസാനമായി. അതേസമയം ആം ആദ്മിയുമായുള്ള കൂട്ടുകെട്ടിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം തുടരുകയാണ്. അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരായ മുഴുവൻ കോൺഗ്രസുകാരെയും അഴിക്കുള്ളിലാക്കുമെന്നായിരുന്നു 2014 പൊതുതെരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം. രാജ്യത്ത് നടന്ന മുഴുവൻ അഴിമതിക്കും ചുക്കാൻ പിടിച്ച സോണിയയും പ്രിയങ്കയും രാഹുലും ചേർന്ന് ജനങ്ങളെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ടിന്ന് കോൺഗ്രസിനെ സ്തുതിക്കുകയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസിന്റെ നിലവിലെ സാഹചര്യവും മറിച്ചല്ല. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ആം ആദ്മി കോൺഗ്രസ് സഖ്യം. നരേന്ദ്രമോദിയെയും NDA സഖ്യത്തെയും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ അരവിന്ദ് കെജ്രിവാളിന്റെ ദേശവിരുദ്ധ നിലപാടുകളെ പോലും കോൺഗ്രസ് പിന്താങ്ങുന്നു. ഡൽഹി മദ്യനയ അഴിമതിയിലെ ചുരുളുകൾ ഓരോന്നായി അഴിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ഇന്ന് കെജ്രിവാളിന്റെ ഇരവാദത്തിനൊപ്പമാണ്. AAPയുമായുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആകെ തകർന്നടിഞ്ഞെങ്കിലും AICC നേതൃത്വം കെജ്രിവാളിനെ കൈവിട്ടില്ല. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഖാലിസ്ഥാൻ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെ കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ സോണിയ ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധമറിയിച്ചു. ഇന്ദിരയുടെ ഘാതകരുമായുള്ള ആം ആദ്മി പാർട്ടിയുടെ ചങ്ങാത്തം ചില മുതിർന്ന നേതാക്കൾക്ക് അംഗീകരിക്കാവുന്നതിലും അപ്പുറമാണ്. ജനം, ഡൽഹി.